ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് സ്ഥിരം ബസ് എല്ലാ മാസവും പോകുന്നുണ്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ സഹോദരൻ്റെ ഫോൺ നമ്പർ എനിക്ക് ആ പത്രത്തിൽ തന്നെ എഴുതി തന്നു. അങ്ങനെ ഞാനിവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. അന്ന് ഇവിടെ ഹിന്ദുസിന് ഉടമ്പടി കൊടുക്കില്ലായിരുന്നു. അപ്പം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ മകൻ വിഷ്ണു സംസാരിക്കില്ല. അപ്പോൾ അവന് കല്യാണപ്രായമായി, വിവാഹം കഴിക്കാൻ അവന് നല്ല ആഗ്രഹമുണ്ട്. അവന് ചേർന്നൊരു ഇണയെ കിട്ടാൻ ഞാൻ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യന് ചേർന്ന ഇണയെ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നൊരു ഇണയെ ഞാൻ നൽകുമെന്ന കർത്താവിൻ്റെ വചനം പറഞ്ഞ് നമ്മുടെ അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മാതാവ് ഒരു കല്യാണവേദി കാണിച്ചു തന്നു. ഈ ഭാഗത്തായിട്ടൊരു കല്യാണവേദി എനിക്ക് മാതാവ് കാണിച്ചു തന്നു. അവിടെ വിവാഹവേഷം അണിഞ്ഞ ഒരു വധുവും വരനും നിൽക്കുന്നത് ഞാൻ കണ്ടു. വധുവിൻ്റെ മുഖം ക്ലിയർ അല്ല, വരൻ എൻ്റെ മകനാണ്, താലിമാല കോർത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അല്ല, പല പ്രാവശ്യം അമ്മ എനിക്കത് കാണിച്ചു തന്നു.